ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ന റജുലൻ സാറ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖറ. ഒരു വ്യക്തി, അദ്ദേഹം മറ്റൊരു നാട്ടിലുള്ള തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ മറ്റൊരു നാട്ടിലുള്ള തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന വഴിയിൽ ഫറസദഹുല്ലാഹു അലാ മദറജതിഹി മലക്കൻ. ആ പോകുന്ന വഴിയിൽ അല്ലാഹു ഒരു മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ ഇയാളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിർത്തുകയുണ്ടായി. ഇയാൾ പോകുന്ന വഴിയിൽ അല്ലാഹു ഒരു മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ അവിടെ നിയോഗിച്ചു. മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ സംഭവമാണ്. മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരാം, പല സമയങ്ങളിലും വന്നിട്ടുണ്ട്. പിശാചും മനുഷ്യന്റെ രൂപത്തിൽ വരും. നമ്മുടെ കാലത്തൊന്നും ഒരിക്കലും മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരികയില്ല. കാരണം എന്താ? വന്നാൽ നമ്മളപ്പോൾ ഫേസ്ബുക്കിൽ ഇടും. അതാണ് ഏറ്റവും പണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ മലക്ക് മനുഷ്യനെ കാത്തുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്ന് കാത്തു നിന്നു. ഇയാൾ വന്നപ്പോൾ മലക്ക് ചോദിച്ചു, അയിന തുരീദു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഉരീദു അഖല്ലി ഫി ഹാദിഹിൽ ഖറിയ. ഈ ഗ്രാമത്തിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ പോവുകയാണ്. സ്വന്തം സഹോദരനാകണമെന്നില്ല, കൂടപ്പുറപ്പാകണമെന്നില്ല, ഒരു വിശ്വാസി ഉണ്ട്, ആദർശത്തിലുള്ള ഒരു സഹോദരൻ, ആദർശ ബന്ധു. അപ്പോൾ ഈ മലക്ക് ചോദിച്ചു, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തർബുഹാ. നീ അയാളെ കാണാൻ പോകുന്നത് അയാൾ മുമ്പ് നിനക്ക് ചെയ്ത എന്തെങ്കിലും ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് പകരം ചെയ്യാൻ വേണ്ടിയാണോ അയാളെ കാണാൻ പോകുന്നത്? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, ലാ ഗൈർ, ഒരിക്കലുമല്ല. അയാൾ എനിക്ക് ചെയ്ത അനുഗ്രഹത്തിന് പകരം ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോകുന്നത്, മറിച്ച് അന്നി അഹബ്ബതുഹു ഫില്ലാഹി അസ്സ വജല്ല. ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. ഖാല, ഉടനെ മലക്ക് പറഞ്ഞു, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്. ഞാൻ ആരാണെന്നറിയോ? ഞാനൊരു മനുഷ്യനല്ല, ഞാൻ മലക്കാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നത് നിന്നെ ഒന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിന്റെ ഈ മറുപടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ബി അന്നല്ലാഹ ഖദ അഹബ്ബക കമാ അഹബ്ബതുഹു ഫീ. നീ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? നീ അള്ളാഹുവിന് വേണ്ടി അവനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹുവും നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആ മലക്ക് ഈ മനുഷ്യനോട് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ പ്രാധാന്യമാണ്. ഒരു വിശ്വാസി മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹവും ബന്ധവുമെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. അത് ലൈവായിട്ടുള്ള സ്നേഹമാണെങ്കിലും അല്ലെങ്കിലും, അത് ഓൺലൈനിലുള്ള ഇഷ്ടമാണെങ്കിലും ഓഫ്ലൈനിലുള്ള ഇഷ്ടമാണെങ്കിലും, അത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നതിന് വേണ്ടി ഈ ഇഷ്ടത്തിലൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള സ്നേഹമായിരിക്കണം. ഇനി ഇഷ്ടപ്പെട്ട ആളുകൾ നാളെ പിരിഞ്ഞു പോവുകയും ചെയ്താൽ, അവര് വേർപിരിഞ്ഞാൽ ആ വേർപിരിയലും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതായത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു വിഷയത്തിലും ആരുമായിട്ടും സഹകരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വിഷയമാണ് ഇതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വിഷയമാണെന്ന് ബോധ്യമായതിനു ശേഷം വീണ്ടും മറ്റൊരാളെ സുഹൃത്തായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയായി
അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള പങ്കാളിയായി കൊണ്ടു നടക്കുമ്പോൾ നാളെ അതിന്റെ പേരിൽ പരലോകത്ത് ദുഃഖിക്കേണ്ടി വരും. ഈ മനുഷ്യൻ നാളെ പറയും, അല്ലാഹുവേ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ മനുഷ്യനെ ഞാൻ ഖിയാമത്ത് നാളെ ദുനിയാവിൽ ഞാൻ ഇവനെ എന്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് വിരല് കടിച്ചുകൊണ്ട് മനുഷ്യൻ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ നാളെ പരലോകത്ത് അർശിന്റെ തണൽ അല്ലാഹു അവന് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹു തആല യഖൂലു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു വിളംബരം മുഴക്കും. എന്താണ് ആ വിളംബരം? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ദുനിയാവിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ എവിടെയാണ്? അല്ലാഹു വിളിച്ചു ചോദിക്കും, എന്റെ മഹത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ദുനിയാവിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന മുഹിബ്ബീങ്ങൾ എവിടെയാണ്? അവര് കടന്നു വരൂ. അൽ യൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, എന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഈ ദിവസം ഞാൻ അവർക്ക് തണൽ നൽകുമെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടണം. നമ്മള് ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ലൈക്ക് അടിക്കും, കാണുന്ന വീഡിയോസിനെല്ലാം ലൈക്കാണ്. ഈ ലൈക്ക് എന്താണ്? ലൈക്ക് നമ്മൾ നൽകുന്ന സാക്ഷ്യമാണ്. നിന്റെ വീഡിയോ കൊള്ളാം, അത് മോശമാണെങ്കിലും ആ ലൈക്ക് അടിക്കുന്നതിലോടുകൂടി നമ്മൾ അതിനൊരു സാക്ഷ്യം നിൽക്കുകയാണ്. ആ സാക്ഷ്യം മോശമായ കാര്യത്തിനുള്ള സാക്ഷ്യമാണെങ്കിലോ നാളെ ഈ വിരൽ അള്ളാഹുവിനോട് പറയും, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. അല്ലാഹു പറഞ്ഞു, നിന്റെ കൈകൾ സംസാരിക്കും. ഏത് കൈകളാ? ഇന്ന് ലൈക്ക് അടിച്ച കൈയില്ലേ, ഇന്ന് കമന്റ് ചെയ്ത കൈയില്ലേ? ഈ കൈ നാളെ അള്ളാഹുവിനോട് സംസാരിക്കും. അപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്നു എന്ന് നാവ് കൊണ്ട് പറയണമെന്ന് തന്നെ ഇല്ല. എഴുതിയാലും മതി, അല്ലെങ്കിൽ അതിന് പ്രതികരിച്ചാലും മതി. ഏത് രീതിയിലുള്ളതാണെങ്കിലും അള്ളാഹുവിന് പൊരുത്തമുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ നിലപാടിലൂടെ നാളെ അള്ളാഹുവിന്റെ തണലിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പൊ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത നിലപാടാണ് നമ്മുടെ നിലപാടെങ്കിൽ അതിലൂടെ നാളെ അള്ളാഹുവിന്റെ കോപത്തിലേക്കാണ് നാം എത്തിപ്പെടുന്നത്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ മനുഷ്യനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ മനുഷ്യനെ സ്നേഹിക്കും. സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പിൽ തന്നെ ആവണമെന്നില്ല. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഏത് ദിക്കിൽ കഴിയുന്ന മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനോട് ഒരു പ്രത്യേകമായ ഹൃദയം കൊണ്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, അത് പ്രാർത്ഥനയിലൂടെയുള്ള ബന്ധമാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അദൃശ്യമായ ബന്ധമാണെങ്കിലും ശരി, ആ ബന്ധത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരാൾ, അയാളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഒഴിവാക്കുന്നതെങ്കിൽ ആരെയാണോ നാം ഒഴിവാക്കിയത് അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നമുക്ക് പകരം തരിക തന്നെ ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവടം നടത്തിയ ആളാണെന്ന് വിചാരിച്ചോളൂ. ആ കച്ചവടം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് നമുക്ക് ബോധ്യമായതിനു ശേഷം രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ കച്ചവടം അള്ളാഹുവിന് വേണ്ടി നാം ഉപേക്ഷിച്ചാൽ, നാം ഉപേക്ഷിച്ച കച്ചവടത്തെക്കാൾ ഉത്തമമായത് ഖൈറായ കച്ചവടം അള്ളാഹു നമുക്ക് പകരം നൽകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷേ അത് ഉപേക്ഷിക്കാനുള്ള ധൈര്യം നമുക്ക് വേണം. ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഇവിടുത്തെ അവസ്ഥ അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ആ കടയുടെയൊക്കെ പേര് കണ്ട റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? നമ്മൾ പറയും. അതുപോലെയുള്ള പേരുകളാണ്. ലോട്ടറി കടയുടെ പേര് മക്ക, ഒരു ലോട്ടറി കടയുടെ പേര്. നമ്മുടെ
നാട്ടിലുള്ള. വേറെ ലോട്ടറി മദീന, ബിസ്മില്ല, റൗള, ഇതൊക്കെയാണ് ലോട്ടറി കടകളുടെ പേര്. അപ്പൊ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഉസ്താദേ, വേറെ വരുമാനമൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനുള്ള ആവതില്ല, ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതാണെന്ന് കണ്ടാൽ അത് ഉപേക്ഷിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വിശ്വാസി ചോദിക്കുകയില്ല. അത് ഉപേക്ഷിച്ചാൽ അതിനേക്കാളും ഹൈറായത് അള്ളാഹു അവന് പകരം നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ തന്നെ മൂന്നാമത്തെ പാഠം, പരസ്പര സന്ദർശനത്തിന്റെ മഹത്വമാണ് ഈ ചരിത്രത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാൾ മറ്റൊരാളെ സന്ദർശിച്ചാൽ സന്ദർശനം രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തേത് അയ്യാദത്താണ്. അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ രോഗിയായി കിടക്കുന്നതിന്റെ പേരിലുള്ള സന്ദർശനം, രോഗസന്ദർശനം. രണ്ടാമത്തേത് സിയാറത്താണ്. സിയാറത്ത് എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ആദർശത്തിന്റെ പേരിലുള്ള സന്ദർശനം. ഈ രണ്ട് സന്ദർശനവും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലി കിട്ടുന്നതാണ്. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ ചെന്ന് കാണുമ്പോൾ ആ നടക്കുന്ന വഴിയിൽ അല്ലാഹു തആല മനുഷ്യനോട് പറയും, നിന്റെ നടത്തം അതിമനോഹരമായിരിക്കുന്നു, നീ നല്ലതാണ് ചെയ്തത്. മാത്രവുമല്ല, നീ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു വീട് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ രോഗിയെ പോയി കണ്ടാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദർശപരമായ വിഷയത്തിലുള്ള വിശേഷങ്ങൾ തിരക്കിക്കൊണ്ട് ഒരാളെ ചെന്ന് കണ്ടാലും അതിന്റെ പേരിൽ രണ്ട് ഗുണമാണ്. ഒന്നാമത്തെ ഗുണം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആശംസ നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ ഗുണം, അതിന്റെ പേരിൽ സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നമുക്ക് വേണ്ടി നിർമ്മിച്ചു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കാനോ മറ്റേതെങ്കിലും രീതിയിലുള്ള നല്ല കാര്യത്തിന് വേണ്ടിയുള്ള വിശേഷങ്ങൾ തിരക്കാനോ ഉള്ള സന്ദർശനങ്ങൾക്കുള്ള അവസരം കിട്ടിയാൽ നാം അതൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.